في الوجدان حي أنت للعينين ضي أنت عند الحاضرين أنت هاد وصفي يا حبيبي يا محمد. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഷിയാബായുടെ ഹജ്ജ് യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ അദ്ദേഹം പഞ്ചാബിലെത്തിയിരുന്നു. അപ്പോൾ പഞ്ചാബിൽ കടന്നിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസം. ഇന്ന് തീയതി ഓഗസ്റ്റ് 8 കേട്ടോ. അപ്പോൾ ഷിയാബായുടെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 99ാമത്തെ ദിവസം. അപ്പോൾ ഇന്നലെ പഞ്ചാബിൽ നല്ല സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു സിഖുകാരൻ്റെ വീട്ടിൽ, സിഖുകാരൻ്റെ ഫാം ഹൗസിലാണ് ഇന്നലെ അദ്ദേഹം താമസിച്ച്. എന്നിട്ട് രാത്രി അദ്ദേഹം കുറച്ച് നടന്നു. എന്നിട്ട് രാവിലെ അദ്ദേഹം ഏകദേശം 10 കിലോമീറ്ററോളം നടന്നിട്ട് 10-12 കിലോമീറ്ററോളം നടന്നിട്ട് മലോട്ട് എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ രാജസ്ഥാനിൽ ലഭിച്ച പോലീസ് സെക്യൂരിറ്റി പോലെ തന്നെ ഇപ്പോൾ പഞ്ചാബിലും പോലീസിൻ്റെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഷിയാബായിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മൾ പഞ്ചാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൂട് അല്പം കുറവുണ്ട്. കാരണം നടക്കുന്ന വഴിയിലൊക്കെ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ടും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷിയാബായുടെ യാത്ര രാവിലെ തുടങ്ങിയ ഷിയാബായുടെ യാത്ര മലോട് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലോട് റൗണ്ട് അബൌട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ 6:30 മണിക്ക് തുടങ്ങിയ ഷിയാബായുടെ യാത്ര 8:30 മണിയോടുകൂടി മലോഡിലുള്ള പഞ്ചാബി റിസോർട്ടിൽ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك. അങ്ങനെ നമ്മുടെ ഷിയാബായി മലോട്ടിലുള്ള പഞ്ചാബി റിസോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റിസോർട്ടിന് മുമ്പിലായിട്ട് ഷിയാബായി സ്വീകരിക്കാൻ ആൾക്കാരൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8:30 മണിയോടുകൂടി ഷിയാബായി പഞ്ചാബ് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പാകിസ്ഥാനിലോട്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷിയാബായുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിയാബായുടെ അടുത്ത വീഡിയോ അപ്ഡേഷനുമായി കാണാം. ഇതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. Thank you.